നമസ്കാരം. ഞാൻ നന്ദനൻ പിള്ള. എൻ്റെ 13ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സംസാരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ കള്ളവോട്ട് സംബന്ധിച്ചുള്ള വിഷയവും പോസ്റ്റൽ ബാലറ്റിൽ സുതാര്യമായിപ്പോയി അത് രഹസ്യ സ്വഭാവമുള്ള പോസ്റ്റൽ ബാലറ്റ് ആ രഹസ്യാത്മകത നഷ്ടപ്പെട്ട് അത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഓരോ ഉദ്യോഗസ്ഥരും വോട്ട് ചെയ്തത് ആർക്കാണെന്ന് മനസ്സിലാവുന്ന സ്ഥിതിയിലേക്ക് നമ്മുടെ ജനാധിപത്യം എത്തിച്ചേർന്നിട്ടുള്ള സാഹചര്യത്തെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ലോകം അംഗീകരിച്ച ഏറ്റവും മഹത്തായ ഒരു ഭരണക്രമമാണ് ജനാധിപത്യം എന്ന് പറയുന്നത്. പണ്ഡിതനും പാമരനും അയാളുടെ വലിപ്പ വ്യത്യാസമില്ലാതെ വോട്ടിന് ഒരേ വിലയാണ്. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്യുകയും വേണം. നമ്മുടെ പാർട്ടിസിപ്പേഷനാണ് ജനാധിപത്യത്തിൻ്റെ കരുത്ത്. നമ്മുടെ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പറ്റി നമുക്ക് കള്ളവോട്ട് ചെയ്യാനുള്ള ശേഷി അവർക്കില്ല. കള്ളവോട്ട് ചെയ്യാനായിട്ട് സംഘടിത രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ. അതിനായിട്ടൊരു സിസ്റ്റം അവർക്ക് പ്രവർത്തിപ്പിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ സർക്കാർ സംവിധാനങ്ങളിൽ ഇലക്ഷൻ്റെ തലേ ദിവസം പോളിംഗ് മെറ്റീരിയൽ പോളിംഗ് സ്റ്റേഷനിൽ എത്തുന്നതിന് സമാന്തരമായിട്ട് തന്നെ ഈ സംഘടിത രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ നമ്മുടെ കയ്യിൽ വോട്ട് ചെയ്യുമ്പോൾ പുരട്ടുന്ന മഷി മായ്ക്കാനുള്ള സ്പിരിറ്റ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുമായിട്ട് ഈ പോളിംഗ് സ്റ്റേഷനുകളുടെ സമീപം ഉണ്ടായിരിക്കും. അത് സ്കൂളാണെങ്കിൽ, പോളിംഗ് സ്റ്റേഷനിൽ സ്കൂളാണെങ്കിൽ ആ സ്കൂളിലെ തന്നെ ഒരു മുറി അവർ ഉപയോഗിക്കും. അത് നമ്മൾ അറിയണമെന്നില്ല, പോലീസ് അറിയണമെന്നില്ല, പ്രിസൈഡിങ് ഓഫീസർ അറിയണമെന്നില്ല, മറ്റാരും തന്നെ അറിയണമെന്നില്ല. ചിലപ്പോൾ ഒരു സ്കൂളിൻ്റെ ഫ്രണ്ട് ഡോർ ലോക്കായിരിക്കും, ഒരു ജനൽ വഴിയായിരിക്കും ആളുകളെയൊക്കെ ഈ കള്ളവോട്ടിന് വേണ്ടി തയ്യാറാക്കി വിടുന്നത്. അതല്ല എങ്കിൽ ഇവർക്ക് സമീപത്തൊരു വീട് ഇവർ അറേഞ്ച് ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ആ വീട്ടിൽ പോലീസിന് പോയി പരിശോധിക്കാനും ബുദ്ധിമുട്ട്, കാരണം അവിടെ ഈ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് ഫുഡ് ക്രമീകരണം ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മാത്രമല്ല അന്നേ ദിവസം ഇതൊന്നും നടക്കുന്ന കാര്യങ്ങളുമല്ല. എന്തായാലും ശരി, ഈ മായ്ക്കാനുള്ള ആസിഡ് ഇൻ കേസ് ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ശ്രദ്ധയിൽപ്പെടുകയോ ചോദിക്കുക ചെയ്താൽ പറയും അത് ഞങ്ങൾ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഒട്ടിക്കാനുള്ള ഗമ്മാണെന്ന് പറയും, സ്പിരിറ്റാണെന്ന് സംശയിച്ചൊരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കൂടെ പോയാൽ അവൻ്റെ കാര്യം പോക്കാണ്. അവനെ സംഘടിതമായിട്ട് എങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്നും അവനെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നും ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട്. എന്തായാലും ശരി, ഇത് സംഘടിതമായി രാഷ്ട്രീയ പാർട്ടി വളരെ ആസൂത്രിതമായി ചെയ്യുന്നൊരു പരിപാടിയാണ്. ഇത് സംസ്ഥാന വ്യാപകമായിട്ടില്ല. ഇതിന് എല്ലാ ജില്ലകളിലും ചില പോക്കറ്റുകളുണ്ട്. ആ പോക്കറ്റുകൾ ഏറെയും ഈ പറയുന്ന കള്ളവോട്ട് ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വിനീത വിധേയരായിട്ട് ആളുകളെ നിർത്താൻ പറ്റുന്ന ഏരിയകളിലെ അങ്ങനെ ചെയ്യാറുള്ളൂ. കാരണം ഒന്നുകിൽ ഇന്ന ഏജൻറ്റിനെ പേടിച്ച് വരട്ടി വീട്ടിൽ വിടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ മറ്റ് സ്ഥാനാർത്ഥികളുടെ ഏജൻറ്റിനെ. അതല്ല എങ്കിൽ ഇന്ന ഏജൻറ്റ് തന്നെ ഉണ്ടാവില്ല. ഇവരെ പേടിച്ച്, ഈ സംഘടിത പാർട്ടിയെ പേടിച്ച് ഇന്ന ഏജൻറ്റന്മാർ ഇരിക്കാൻ തയ്യാറാവത്തില്ല. ചിലപ്പോൾ ഇരുന്ന അടി കിട്ടും. അതാണ് സ്ഥിതി. ഇപ്പം എൻ്റെ തന്നെ ഒരു അനുഭവത്തിൽ ഒരു ഇലക്ഷന് 2 ഇന്ന ഏജൻറ്റന്മാർ കേരള ഹൈക്കോടതിയിൽ നിന്ന് പ്രൊട്ടക്ഷൻ വാങ്ങിക്കേണ്ടി വന്നു. ഇതൊക്കെ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും ജീർണിച്ച സ്റ്റേജാണ്. ഹൈക്കോടതിയിൽ പോയി നമ്പർ 1 കേരളത്തിലെ പ്രബുദ്ധർ മാത്രം താമസിക്കുന്ന നാട്ടിലെ പ്രബുദ്ധ രാഷ്ട്രീയക്കാരുള്ള പാർട്ടിയിലെ ഒരു ഇന്ന ഏജൻറ്റ് നമുക്ക് ഇലക്ഷന് അവിടെ ഒരു പ്രിസൈഡിങ് ഓഫീസറുടെ ഹാളിനകത്തിരിക്കുന്നതിന് പ്രൊട്ടക്ഷൻ വാങ്ങിക്കേണ്ടി വരിക പരമഗതികെട്ടൊരു സാഹചര്യമാണ്. എന്തായാലും ഞാനൊരു SHO ആയിരുന്ന കാലഘട്ടത്തിൽ നടന്ന സംഭവം അത്. ഈ 2 ഇന്ന ഏജൻറ്റന്മാരും അവിടെ പോളിംഗ് കഴിയുന്നവരെ ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ഒപ്പിട്ടോ കൊടുക്കുന്നവരെ അവിടെ ഇരുന്നു.
അപ്പോൾ എനിക്കൊരു വിവരം കിട്ടി, ഇവർ നേരെ വീട്ടിൽ പോകത്തില്ല, ഇവരെ ഇവിടുന്ന് വിട്ടാൽ അടി കിട്ടും ഇവർക്കെന്ന്. അപ്പോൾ ഞാൻ ഈ പ്രൊട്ടക്ഷനുള്ള ആളുകളാണ്, ഇവർ പോയ വഴിക്ക് പിന്നീട് അടി കിട്ടുക എന്ന് മോശമാണ്. അപ്പോൾ ഞാൻ ഇവരെ രണ്ടുപേരെയും പിന്നീട് എൻ്റെ ഔദ്യോഗിക പോലീസ് വാഹനത്തിൽ തന്നെ അവരെ രണ്ടുപേരെയും വീടുകളിലെത്തിച്ചു. അതുകൊണ്ട് അവർ അടി കിട്ടാതെ രക്ഷപ്പെട്ടു. അതിന് ശേഷം എനിക്ക് ചില ഫോൺ കോളുകളൊക്കെ വന്നു, അതെന്താ അവരെ കൊണ്ടുപോയത്, ബാക്കി ഏജൻറ്റന്മാരെ കൊണ്ടുപോകാൻ എന്താണെന്നൊക്കെയുള്ള ചോദ്യം വന്നു. അപ്പോൾ അതിന് ഞാൻ അത് എനിക്ക് പറ്റുന്ന എൻ്റെ അധികാര പരിധിയിൽപ്പെട്ട വിഷയമാണെന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി. ഇന്നത്തെ SHO മാർക്ക് കഴിയാത്തതാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്. പിന്നെ ഈ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ സാധാരണഗതിയിൽ ഈ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് വരാൻ താല്പര്യപ്പെടുന്നവരല്ല. ഇവർക്ക് പ്രിസൈഡിങ് ഓഫീസർക്ക് ഈ പറയുന്ന ബൂത്തിന് പരിസരത്ത് 100 മീറ്റർ പരിധിയിൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിൻ്റെ അധികാരം ഉണ്ടെന്നൊക്കെ പറയുന്നെങ്കിലും പല പ്രിസൈഡിങ് ഓഫീസർമാരും അല്ലെങ്കിൽ പോളിംഗ് ഓഫീസർമാരും ഇത് കൊണ്ടുവന്ന് ഈ സ്കൂളിനകത്ത് അല്ലെങ്കിൽ ഈ പോളിംഗ് സ്റ്റേഷനിൽ കയറിയാൽ പിന്നെ പുറത്തോട്ടിറങ്ങാൻ പോലും താല്പര്യപ്പെടുന്നില്ല. ഈ 100 മീറ്റർ പരിധിക്ക് പുറത്ത് ഇവർ എന്തെങ്കിലും അടയാളങ്ങളോ അല്ലെങ്കിൽ പോസ്റ്ററോ വല്ലതും ഒട്ടിച്ചിട്ടുണ്ടോ, 100 മീറ്റർ പരിധിക്കകത്ത് പിന്നെ ഇവരുടെ പാർട്ടി ബൂത്ത് കിട്ടിയിട്ടുണ്ടോ, ഇവ കാര്യങ്ങളൊന്നും അവർ താല്പര്യപ്പെടാറില്ല. കാരണം നമുക്ക് എങ്ങനെയും കഴിഞ്ഞുകൂട്ടി ഇവിടുന്ന് നാളെ പോവുക എങ്ങനെയും എന്ന ഒരു അവസ്ഥയിലാണ് എത്തിപ്പെടുന്നത്. കാരണം സ്വാധീനമുള്ളവർ പലരും കളക്ടറേറ്റുകളിൽ സ്വാധീനിച്ച് പോളിംഗ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിഞ്ഞു മാറാറുണ്ട്. പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും അവരുടെ ഭാര്യമാരെ ഒഴിവാക്കിയിട്ടുള്ളതായിട്ട് എന്നോട് തന്നെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അതായത് ഇവരാരും താല്പര്യത്തിലല്ല, അവർ ഈ രീതിയിലൊരു പവർ എക്സസൈസ് ചെയ്യാനും അവർ താല്പര്യപ്പെടുന്നില്ല. ഇനി ഈ പോളിംഗ് ബൂത്തിനകത്തൊരാൾ വന്ന് കള്ളവോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അയാളെ പിടിച്ച് ഒരു റിപ്പോർട്ടുമായിട്ട് പോലീസിനെ കൈമാറാനും ഈ പ്രിസൈഡിങ് ഓഫീസർമാർ താല്പര്യപ്പെടുന്നില്ല. അത് നമ്മുടെ ഏറ്റവും വലിയൊരു കുഴപ്പമാണ്, ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ ഭീഷണി എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഇവരെയൊക്കെ ഈ സിസ്റ്റം പേടിപ്പെടുത്തി നിർത്തിയിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ കൈമാറിയാൽ ഈ ഉദ്യോഗസ്ഥന് നാളെ നിലനിൽപ്പില്ല, അല്ലെങ്കിൽ അയാൾ കാസർഗോഡ് പോകേണ്ടി വരും. അങ്ങനെ സംഘടിതമായൊരു രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. എന്തായാലും അങ്ങനെ കൈമാറാത്ത ഒരാളെ പോലീസിന് ഏറ്റെടുക്കാനും പറ്റത്തില്ല. സ്വാഭാവികമായിട്ടും കള്ളവോട്ട് ചെയ്യാൻ വന്നവൻ വളരെ സേഫായിട്ട് രക്ഷപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുള്ളത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ്. പിന്നെ എനിക്ക് ബന്ധപ്പെട്ട 1-2 ഇലക്ഷൻ ഡ്യൂട്ടിയായി ബന്ധപ്പെട്ട കാര്യം പറയാം. ഈ ഇടുക്കി ജില്ലയിലാണ് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനും അതിന് മുമ്പുള്ള ഇപ്പം നടന്നതിന് തൊട്ട് മുമ്പുള്ള ഇപ്പം നടക്കാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷന് തൊട്ട് മുമ്പുള്ള ലോക്കൽ ബോഡി ഇലക്ഷനും എനിക്ക് ഇടുക്കി ജില്ലയിൽ ഡ്യൂട്ടി തന്നിരുന്നത് ഇടമ്പലക്കുടി എന്ന് പറയുന്ന കേരളത്തിലെ ഏക ആദിവാസി പഞ്ചായത്തിലായിരുന്നു. കാര്യമായ ഡ്യൂട്ടിയും കാര്യങ്ങളും ഒന്നും അവിടെ ഇല്ല. അവിടുത്തെ ഒരു പ്രത്യേകത, നമുക്ക് ഈ പോളിംഗ് കഴിയുന്ന ദിവസം മെറ്റീരിയലുമായിട്ട് പോളിംഗ് സാമഗ്രിയുമായിട്ട് തിരിച്ചു വരാൻ പറ്റില്ല. അപ്പോൾ ഒരു ദിവസം കൂടെ കൂടുതൽ അവിടെ തങ്ങേണ്ടി വരും. മറ്റ് കടകളോ മറ്റ് സൗകര്യങ്ങളോ ഒന്നും അവിടെ ഫുഡ് കഴിക്കാനോ മറ്റൊന്നുമില്ല. അവിടെ ഏതെങ്കിലും ഒരു വീട്ടിലൊക്കെ അറേഞ്ച് ചെയ്യുക. പൊതുവെ അവിടെ പോകാനായിട്ട് മൊത്തത്തിൽ ഉദ്യോഗസ്ഥരാരും ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾക്ക് അറിയാം, മറ്റു വീഡിയോകളിൽ നിന്നുമൊക്കെ അറിയാം എന്നോടുണ്ടായിരുന്ന സമീപനം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2 ഇലക്ഷന് എന്നെ അവിടെ ഡീറ്റെയിൽ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അവിടെ പോയി കാര്യങ്ങൾ നടത്തി കഴിഞ്ഞു പോന്നു. ഇതിൽ ഏറ്റവും രസകരമായ സംഭവം, ഈ കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് ഈ നെടുങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലത്തെ കൗണ്ടിങ് സ്റ്റേഷൻ്റെ ഒരു ചാർജ് എനിക്ക് തന്നിരുന്നു. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ഒരു 7:30 മണിയോടുകൂടി നെടുങ്കണ്ടത്ത് ഈ കൗണ്ടിങ് ഡേറ്റിലെത്തി. അവിടെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചതിൽ നമ്മളെ ഈ വേടൻ്റെ പ്രോഗ്രാമിന് ആൾ തള്ളിക്കയറുന്നത് പോലെ ഈ വോട്ടെണ്ണുന്ന കേന്ദ്രത്തിൽ ആളുകൾ ഇടിച്ചു കയറി നിൽക്കുകയാണ്. ശ്വാസം വിടാൻ പോലും അതിനകത്ത് സ്ഥലമില്ല. അപ്പോൾ ഞാൻ അവിടുത്തെ ലോക്കൽ CA വിളിച്ചിട്ട് പറഞ്ഞു, ഇവരെ പുറത്താക്കണം, മൊത്തം ആളുകളെയും ഓരോരോ വാർഡുകളായിട്ടാണ് എണ്ണുന്നത്, അതിന് ഉള്ള ക്രമീകരണം നടത്താനൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ എനിക്കൊരു കോൾ വന്നു. അന്നത്തെ അഡീഷണൽ SP സുരേഷ് ആണ് വിളിച്ചത്.
ചങ്ങനാശ്ശേരി ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. കാരണം ആ പേരിൽ ഒത്തിരിയും പേരുണ്ട്, അതുകൊണ്ട് തെറ്റിദ്ധരിക്കേണ്ട. പുള്ളി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നന്ദൻ അവിടെ നിന്ന് മടങ്ങിക്കോ, തന്നെ ഓഫീസിൽ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. എനിക്കും സൗകര്യമായി. എന്തായാലും ഞാനിഞ്ഞും മടങ്ങിപ്പോന്നു. അപ്പോൾ ഈ ശരിക്കും ഈ സിസ്റ്റം ശരിയെ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ്. അന്നത്തെ SP കറുപ്പസ്വാമിയാണ്. പുള്ളിക്ക് എന്നോട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അഡീഷണൽ SP കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ആളുകളെയൊക്കെ ഇതുപോലെ സംഘടിതമായിട്ട് അതിനകത്ത് ഈ വോട്ട് എണ്ണുന്ന കേന്ദ്രങ്ങളിലൊക്കെ നിർത്തി മറ്റു പാർട്ടിക്കാരെയൊക്കെ വരുതിക്ക് നിർത്താവുന്നൊരു സമീപനത്തിൻ്റെ ഭാഗമായത്. അതല്ലാതെ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല. സംഘടിതമായ ശക്തിയുള്ള സ്ഥലങ്ങളിലെല്ലാം പ്രധാന രാഷ്ട്രീയ പാർട്ടി ചെയ്യുന്ന ഒരു പരിപാടിയാണിത്. ഇനി നമ്മളെ ഈ സുതാര്യമായി പോയ ഈ പോസ്റ്റൽ ബാലറ്റിനെ പറ്റി പറയാം. ഈ പോസ്റ്റൽ ബാലറ്റിൻ്റെ ഒരു ഉദ്യോഗസ്ഥൻ അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് അതിൻ്റെ ഒരു ബാലറ്റ് അയച്ച് കിട്ടുന്നെങ്കിൽ അത് നമ്മൾ ആ ബാലറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് ഒരു കവറിംഗ് ലെറ്ററോട് കൂടിയാണ്. അത് നമ്മുടെ മേലുദ്യോഗസ്ഥൻ്റേതായിരുന്നു നേരത്തെ. ഇപ്പോൾ അതിന് ചെറിയ മാറ്റമുണ്ട്, ഞാൻ പറയാം. ഇപ്പോൾ ഈ മേലുദ്യോഗസ്ഥൻ, ഇപ്പോൾ ഞാൻ ഇടുക്കി ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ DYSP എന്ന നിലയിൽ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ആയിരിക്കും എൻ്റെ ബാലറ്റ് മായി ബന്ധപ്പെട്ട കവറിംഗ് ലെറ്റർ തരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ ഇലക്ഷൻ ഡ്യൂട്ടി ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടെന്നാണ് അതിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ വാർഡിലാണ് ഞാൻ ഇലക്ഷന് വോട്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ അവർക്ക് കൃത്യമായിട്ടറിയാമല്ലോ ഈ കത്തും ഈ ബാലറ്റും വേർപെടുത്തുന്നില്ല. ഇതൊന്നായിട്ട് തന്നെയാണ് ഈ കൗണ്ടിങ് ഡേയിൽ പൊട്ടിക്കുന്നത്. അപ്പോൾ ഞാനെവിടെയാണ് ജോലി ചെയ്യുന്നതെന്നും കത്തിൻ്റെ കവറിംഗ് ലെറ്റർ ആരുടെയാണെന്നും കാണുമ്പോഴേ ആളുകൾക്കറിയാം ഇത് ഇന്നാരുടെയാണ്. അത് അങ്ങനെ ഞാൻ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥർ എനിക്കല്ല വോട്ട് ചെയ്തതെന്ന് പല സ്ഥാനാർത്ഥികളും നേരിട്ട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ പറഞ്ഞ സംഭവം ഇവിടെയുണ്ട്. അതിൽ ഈ കത്തും ഈ കവറിംഗ് ലെറ്ററും ഈ ബാലറ്റും രണ്ടായിട്ട് എണ്ണുന്നതിന് മുമ്പ് വേർതിരിച്ചാൽ ആ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരമാകും. പക്ഷേ അതിന് നമ്മുടെ സിസ്റ്റം ഇതുവരെ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഇനി ഇപ്പോൾ നമ്മളിവിടെ പുതുതായിട്ടൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദൂരെയൊക്കെ ഉള്ള ഉദ്യോഗസ്ഥർക്ക് അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് അവർക്ക് അവിടെ തന്നെ വോട്ട് ചെയ്യാനുള്ള വോട്ടിംഗ് ഫെസിലിറ്റേഷൻ സെൻറ്റർ എന്ന് പറഞ്ഞൊരു സംവിധാനം നമ്മളിപ്പം പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തതായിട്ട് അറിയുന്നുണ്ട്. അവിടെ ഈ ഒരു കുഴപ്പം ഐഡൻറ്റിഫിക്കേഷൻ ഈ പോസ്റ്റൽ ബാലറ്റിന് പുറത്തു വരുന്ന സാഹചര്യമാണ്. കാരണം ഈ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് തന്നെ ഒരു ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ എഴുതി വാങ്ങുന്നുണ്ട്. അതിൻ്റെ കൂടെയാണ് ഈ പോസ്റ്റൽ ബാലറ്റ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഉദ്യോഗസ്ഥൻ്റെ തന്നെ ലെറ്ററോട് അല്ലെങ്കിൽ അപേക്ഷയോടുകൂടി വരുന്ന പോസ്റ്റൽ ബാലറ്റ് ആ ഉദ്യോഗസ്ഥൻ്റെ വോട്ടാണെന്ന് അറിയാനായിട്ട് പ്രത്യേകിച്ച് ഗവേഷണ ബുദ്ധിയുടെ ആവശ്യമൊന്നുമില്ല. അതല്ല എങ്കിൽ അതിന് മുമ്പ് തന്നെ ഈ ആപ്ലിക്കേഷനും വോട്ടും തമ്മിൽ വേർതിരിക്കണം. അത് വേർതിരിക്കുന്നത് പാർട്ടി പ്രതിനിധികളുടെ അല്ലെങ്കിൽ ഏജൻറ്റിൻ്റെ മുന്നിൽ ആണെങ്കിൽ 100% അവിടെയും രഹസ്യ സ്വഭാവം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതുകൊണ്ട് കാര്യമായ പ്രയോജനങ്ങളും തന്നെ ഈ രഹസ്യം നിലനിർത്തി പോകുന്നതിന് പോസ്റ്റൽ ബാലറ്റിൽ കഴിയില്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. അതല്ല എങ്കിൽ ഒന്നുകിൽ നേരത്തെ സിസ്റ്റത്തിലായിരുന്നെങ്കിൽ ഈ പറയുന്ന മേലുദ്യോഗസ്ഥൻ്റെ കവറിംഗ് ലെറ്ററും ബാലറ്റൂടെ കൗണ്ടിങ് സെൻറ്റർ എത്തുന്നതിന് മുമ്പ് തന്നെ മാറ്റപ്പെടണം. അതല്ല എങ്കിൽ ഈ പുതിയ സിസ്റ്റത്തിലാണെങ്കിൽ ആപ്ലിക്കേഷനും ബാലറ്റും സെപ്പറേറ്റ് കവറായിട്ട് മാറ്റേണ്ടതായിട്ടുണ്ട്. ആ സംഭവങ്ങളൊന്നും നടക്കും എന്ന് തോന്നുന്നില്ല. ഭാവിയിലും ഈ പറയുന്ന ഉദ്യോഗസ്ഥർ ചെയ്ത വോട്ട് ആർക്കാണെന്ന് നമുക്ക് നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് കിട്ടത്തക്ക സംവിധാനമാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ എങ്ങനെയാണ് നമ്മളിവിടെ ഈ കള്ള വോട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയേണ്ട ഒരു കാര്യം, ഇവർ സാരി മാറിയും ഡ്രസ്സ് മാറിയാണ് കൂടുതലും വോട്ട് ചെയ്യിക്കുന്നത് ആളുകളെ തന്നെ. ഒരാൾ തന്നെ 7-8 വോട്ട് ചെയ്ത സ്ഥലങ്ങളും ഒക്കെ ഉണ്ട്. എന്നോട് തന്നെ ഞാൻ പത്തനംതിട്ടയിലെ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന സമയത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു, ഒരു ഇലക്ഷൻ ഡ്യൂട്ടിയായി ബന്ധപ്പെട്ട് അവിടെ ഉപതെരഞ്ഞെടുപ്പ് വന്ന സമയത്ത് ഒരു സ്ത്രീയെ കാണിച്ചിട്ട് പറഞ്ഞു, ഇവർ കഴിഞ്ഞ ഇലക്ഷന് 7-8 സാരി മാറി വോട്ട് ചെയ്ത സ്ത്രീയാണ്. അപ്പോൾ ഇതിന് ആളെ പ്രത്യേകം അറേഞ്ച് ചെയ്ത് ഈ പറയുന്ന ഡ്രസ്സ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ലഭ്യമാക്കിയാണ്
ഇവർ സംഘടിത രാഷ്ട്രീയ പാർട്ടികൾ അതിനുള്ള സന്നാഹങ്ങളും സംവിധാനങ്ങളും ഒരുക്കുന്നത്. ഈ സ്കൂളിൽ ഞാൻ പറഞ്ഞു അവരുടെ മുറി കയ്യേറും എന്നൊക്കെയുള്ള കാര്യം പറഞ്ഞെങ്കിൽ ഈ മുറി കയ്യേറുന്നത് ഒരുപക്ഷെ സ്കൂൾ അറിഞ്ഞൊന്നും ആയിരിക്കണമെന്നില്ല. അല്ലാതെ തന്നെ അവർ എല്ലാ സ്കൂളുകൾക്കും എല്ലാ മുറിയും ലോക്കും പൂട്ടും ഒന്നും കാണണമെന്നില്ല. അല്ലെങ്കിൽ ജനൽ അവർ പൊളിച്ചു വേണമെങ്കിലും കയറി സംവിധാനങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ അവർ അടുത്ത വീടുകളിൽ അതിനുള്ള സംവിധാനങ്ങൾ ചെയ്താണ് അവർ മുന്നോട്ട് പോകുന്നതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഈ നമ്മളെ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ക്യാമറ പല സ്ഥലങ്ങളിലും സ്ഥാപിക്കാറുണ്ടെങ്കിലും ഈ 90% ഉപരിയായിട്ട് വരുന്ന പോളിംഗ് ഉള്ള സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ച് വേണ്ട വിധത്തിലുള്ള പരിശോധന കാര്യം നടത്തുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഈ കാര്യത്തിൽ അപകടമുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ മരിച്ചവരും വിദേശത്ത് ജോലി ചെയ്യുന്നവരും സ്ഥലത്തില്ലാത്തവരും ആളുകളുടെ വോട്ടാണ് പോൾ ചെയ്യപ്പെടുന്നത്. ഇനി നമ്മുടെ പുതിയ സിസ്റ്റമായ SIRലുമായി ബന്ധപ്പെട്ടൊരു ഐഡൻറ്റിറ്റി നമ്മൾ ഹാജരാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഐഡൻറ്റിറ്റി ഇവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഐഡൻറ്റിറ്റി മറ്റു രീതിയിലും ഈ പറയുന്ന ആളുകൾ കള്ളവോട്ട് ചെയ്യാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ സംഘടിത രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കയ്യിൽ എത്തും. ഒന്നവരെ വീട്ടുകാരെ വിരട്ടി വാങ്ങിക്കാം സ്ഥലത്തില്ല ആളാണെങ്കിൽ. മറ്റൊരാളെ വോട്ട് ചെയ്യാൻ അവർ സെറ്റപ്പ് ചെയ്ത് ആ പ്രായം ഒക്കെ വെച്ചിട്ട് വിടാം. സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളെ തൽപരരാക്കി വിടാം. ഈ ഇന്നേജൻ്റ് എതിർകക്ഷിയുടെ ഇന്നേജൻ്റ് അതിനെ ചലഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ വോട്ട് പോൾ ചെയ്ത് പോകും. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം സംഘടിതമായ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിരട്ടിയും ഈ പറഞ്ഞ പോലെ ഈവൻ പ്രിസൈഡിങ് ഓഫീസർമാരെ വരെ ഇവർ സ്വാധീനിച്ച് അവർ ഉദ്ദേശിക്കുന്ന വോട്ടുകൾ പല സ്ഥലങ്ങളിലും ചെയ്യുന്നു എന്നുള്ള യാഥാർത്ഥ്യം. പിന്നെ ഈ ഉച്ച കഴിഞ്ഞ് വളരെ 8 മണി കഴിഞ്ഞും ഒക്കെ കഴിഞ്ഞ തവണ ഞാൻ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കാസർഗോഡായിരുന്നു. അവിടെ 8:30 ശേഷവും ക്യൂ ഉള്ള ബൂത്തുകളുണ്ട്. അപ്പോൾ 8:30 ശേഷം ക്യൂ ഉള്ള ബൂത്തുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ സംഘടിത രാഷ്ട്രീയ പാർട്ടിക്കാർ കണ്ടമാനം ആളുകളെ അവിടെ ഇറക്കും. മറ്റു ബൂത്തുകളിൽ നിന്നും ഒക്കെ പോളിംഗ് കഴിഞ്ഞവരെ അവിടെ ഇറക്കും. ഞാനൊരു ബൂത്തിൽ ചെന്നപ്പോൾ ഇത് കണ്ടതാണ്. ഞാനെന്തായാലും അവിടുന്ന് ആളുകളെ പറഞ്ഞു വിടുന്ന ഒരു ശ്രമം എത്തിയപ്പോൾ അതിന് ചില എതിർപ്പൊക്കെ ഉണ്ടായെങ്കിലും അവസാനം ഈ അവിടെ നിന്ന് വോട്ട് കഴിഞ്ഞ അല്ലെങ്കിൽ വോട്ടില്ലാത്ത അല്ലെങ്കിൽ ഇതുപോലുള്ള ആളുകളെ പറഞ്ഞു വിട്ടപ്പോൾ പിന്നെ 18 പേരോ 20 പേരെ അവർ വോട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു 10, 450, 500 ആളുകളെ ഇവരവിടെ കൂട്ടിയിരുന്നു. അപ്പം ഈ കൂട്ടലോടൊക്കെ ഒരു ഭീകരമായ സ്ഥിതി ഉണ്ടാക്കി ഈ അകത്തിരിക്കുന്ന മറ്റ് പാർട്ടികളിലെ ഏജൻ്റന്മാരെ നേരെ വീട്ടിൽ പോകില്ല എന്നൊരു സൂചന നൽകുന്നതിന് വേണ്ടിയാണ് ഇവരവിടെ നിർത്തിയിരിക്കുന്നത്. ഇത് നമ്മളീ പറയുന്ന പോലെ 100 മീറ്ററിൻ്റെ പരിധിക്കകത്ത് ജുഡീഷ്യൽ പവർ മജിസ്ട്രേറ്റ് പവർ ഇതൊക്കെ ഉണ്ടെന്ന് പറയുന്നെങ്കിൽ അവർക്ക് അതിനൊന്നും പുറത്തിറങ്ങാനൊന്നും പോളിംഗ് സമയത്ത് സമയവും കിട്ടാറില്ല. അതിന് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. എങ്ങനെയും തീർത്ത് വീട്ടിൽ പോകാനുള്ള അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ തിരിച്ചേൽപ്പിച്ച് വീട്ടിൽ പോകാനുള്ള തന്ത്രപ്പാടിലാണ് അവർ. എന്തായാലും നമ്മുടെ ജനാധിപത്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. എല്ലാവരും വോട്ട് ചെയ്ത് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുക. ഈ വീഡിയോ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.